എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ വൈറ്റ് ബിയർഡിന്റെ ഫസ്റ്റ് കമാൻഡർ ആയിട്ടുള്ള മാർക്കോ അവനെക്കുറിച്ച് കിങ് പറയാണ്. മാർക്കോ ഭയങ്കര പവർഫുൾ ആണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ആർമി അവന്റെ പക്കലുണ്ട്. സോ അവന്റെ അടുത്തേക്ക് പോയി അവനോട് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കാൻ ചാൻസ് ഉണ്ട്. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ വല്ലാത്തൊരു കോൺഫിഡൻസ് കിട്ടും. കാരണം മാർക്കോ അവൻ വൈറ്റ് ബിയർഡിന്റെ അസിസ്റ്റന്റ് ആണ്. അവന്റെ പവർ അതെന്താണെന്ന് നമ്മുടെ ആൾക്കാർക്ക് അറിയാം. മാത്രമല്ല അവന്റെ കീഴിൽ അവനെ പോലെ തന്നെ പവറുള്ള ഒരുപാട് സോൾജിയേഴ്സ് ഉണ്ട്. ലൂഫി ആണെങ്കിൽ ഇപ്പൊ തന്നെ അവരെയും അവന്റെ ടീമിൽ ചേർത്ത രീതിക്കൊക്കെയാണ് അങ്ങനെ നിൽക്കുക. അതിനുശേഷം അവൻ മാർക്കോയെ കുറിച്ച് കൂലങ്കക്ഷമായിട്ട് എന്തൊക്കെയോ ആലോചിക്കും. ഉടനെ കാറ്റ് കിങ് പറയും 100% ഉറപ്പൊന്നുമില്ല, 50-50% മാത്രമേ ചാൻസ് ഉള്ളൂ. നമ്മളെ കൊണ്ടാവും പോലെ അവരോട് റിക്വസ്റ്റ് ചെയ്യുക. അവൻ അത് ആക്സെപ്റ്റ് ചെയ്ത് നമ്മളെ സഹായിച്ച നമ്മൾ രക്ഷപ്പെട്ടു. ഇവിടെ ലൂഫിക്കാണെങ്കിൽ മാർക്കോയുടെ ഫേസ് അത് ഓർമ്മ കിട്ടില്ല. അതിന് റോബിൻ പറയും, ആ പൈനാപ്പിൾ ഫേസ് ഉള്ളവൻ നിന്നെ അവക്കിജി അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോ നിന്നെ രക്ഷിച്ചത് അവനാണ്. അത് കേൾക്കേണ്ട താമസം ലൂഫി ആദ്യം ഒരു പൈനാപ്പിളിനെ ഇമാജിൻ ചെയ്ത് അതുപയോഗിച്ച് ഇപ്പൊ മാർക്കോയുടെ ഫേസ് കണ്ടുപിടിക്കുകയാണ്. വാവ്, അവനെ എനിക്ക് നന്നായിട്ട് അറിയാം. അവന് ഭയങ്കര പവറാണ്. അവൻ നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ജയിച്ചു. ആക്ച്വലി മാർക്കോ ആണ് വൈറ്റ് ബിയർഡ് പൈററ്റ്സിലെ ഏറ്റവും പവർഫുൾ ആയ ആള്. വൈറ്റ് ബിയർഡ് മരിച്ചതിന് ശേഷം വൈറ്റ് ബിയർഡിന്റെ ടീമിനെ അതിനെ നയിച്ചതും ബ്ലാക്ക് ബിയർഡിന്റെ ടീമുമായിട്ട് ഫൈറ്റ് ചെയ്തതും എല്ലാം തന്നെ മാർക്കോയുടെ നേതൃത്വത്തിലാണ്. ആ ഒരു വാറിനെ ക്രഞ്ച് വാർ എന്നാണ് അറിയപ്പെടുന്നത്. ലൂഫിക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ബ്ലാക്ക് ബിയർഡ് ടീമും വൈറ്റ് ബിയർഡ് ടീമും അവർ ഏറ്റുമുട്ടിയ കാര്യം റോബിൻ അവളിപ്പോ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അവർ രണ്ട് ടീമും തമ്മിൽ വലിയ യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിന്റെ അവസാനം വൈറ്റ് ബിയർഡിന്റെ ടീം ദയനീയമായി പരാജയപ്പെട്ടു. അതിനുശേഷമാണ് ബ്ലാക്ക് ബിയർഡിനെ ആ 4 എംപറേഴ്സിൽ ഒരാളാക്കി മാറ്റി സ്ഥാനക്കയറ്റം കൊടുത്തത്. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് ഒരുപാട് ദേഷ്യം വരും. ഒരു കാരണവശാലും ആ ബ്ലാക്ക് ബിയർഡിനെ അവനെ ഞാൻ വെറുതെ വിടില്ല. ഒറ്റ ഒരുത്തം കാരണമാണ് എന്റെ ചേട്ടൻ എയ്സിനെ അവനെനിക്ക് നഷ്ടമായത്. അവർക്കിപ്പോഴും അവരുടെ ആയിട്ടുള്ള പ്രവർത്തികളിൽ യാതൊരു മാറ്റവും ഇല്ലല്ലേ. അവസാന സമയം ആ മാർക്കോ അവൻ ഒരുപാട് ബുദ്ധിമുട്ടി ഫൈറ്റ് ചെയ്താണ് ആ വില്ലന്മാരുടെ കയ്യിൽ നിന്നും നേവിക്കാരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയത്. അത്രയും പവർഫുൾ ആയ അക്കൈനോയെ അവൻ ഒറ്റയ്ക്ക് തടുത്തു നിർത്തി. അതിനുശേഷം ജിംബയോട് ലൂഫിയെ സേഫ് ആക്കി അവിടുന്ന് കൊണ്ടുപോകാനായി പറഞ്ഞ് അവന്റെ അസിസ്റ്റൻസിനോട് നിലവിളിച്ച് പറയും, എയ്സിന്റെ ലൈഫ് അത് എത്രത്തോളം നമുക്ക് പ്രധാനപ്പെട്ടതാണോ അതുപോലെ തന്നെയാണ് ലൂഫിയുടെ ലൈഫും. സോ അവനെങ്കിലും നമുക്ക് രക്ഷിച്ചേ പറ്റൂന്ന് പറഞ്ഞ് എന്റെ മുഴുവൻ സോൾജിയേഴ്സിനെ ഉപയോഗിച്ച് അവർക്കെതിരെ മാർക്കോ ഫൈറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ സ്റ്റോറി എല്ലാം കേട്ട് നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ 2 ടീമായി പിരിഞ്ഞ് അവരുടെ പ്ലാനുകൾ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇവിടെ സാമുറായി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ആ കൈഡോ അവൻ എന്ത് വില കൊടുത്തും തകർത്തേ പറ്റൂ. അതിനുവേണ്ടി നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന എല്ലാ ഐലാൻഡിലെ ആൾക്കാരെയും സഹായത്തിന് വിളിക്കണം. ആദ്യം ആ വാനോ കിൻഡത്തിലേക്ക് അവന്റെ കണ്ണിൽ പെടാതെ അകത്തേക്ക് കയറണം. പക്ഷെ അതത്ര എളുപ്പമല്ല. കൈഡോയുടെ കയ്യിൽ ഞങ്ങൾ പെട്ടുപോയാൽ അവൻ തീർച്ചയായിട്ടും ഞങ്ങളെ തകർത്തില്ലാതാക്കും. അപ്പോഴായിരിക്കും ലോ ഒരു സജഷൻ അവരുടെ മുൻപിലേക്ക് വെക്കുക. എന്തുകൊണ്ട് നിങ്ങൾക്ക് സബ്മറീൻ ഉപയോഗിച്ച് അവിടേക്ക് പോയിക്കൂടാ? അതൊരു നല്ല ഐഡിയ ആണെന്ന് ഇപ്പൊ എല്ലാവർക്കും തോന്നും. അതുമാത്രമല്ല, ആ ഒരു ഐലാൻഡിലേക്ക് കയറി കഴിഞ്ഞാൽ സേഫ് ആയിട്ടുള്ള ചില സ്ഥലങ്ങൾ കണ്ടെത്തണം. അവിടെ മറഞ്ഞു നിന്നിട്ടില്ല എങ്കിൽ അവർക്ക് വീണ്ടും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ലോ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കും. ഇപ്പൊ ഇവരാണെങ്കിൽ ട്രഫാൽഗറിലൂടെ കൂടെ പോവാൻ തയ്യാറാവും. മറ്റൊരു ഭാഗത്ത് ഡ്യൂക്കും നമ്മുടെ കാറ്റും ഇവർ രണ്ടുപേരും മാർക്കോയെ കണ്ട് നമ്മുടെ ആൾക്കാരെ സഹായിക്കുന്ന കാര്യം സംസാരിക്കാൻ തയ്യാറാവും. ഈ സമയം സാമുറായും ടീമും ആ വാനോ കിൻഡത്തിന്റെ അടുത്തേക്ക് എത്തണം. മാർക്കോയുമായിട്ട് അവരവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം അവരുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ എല്ലാവരും പ്ലാനുകളൊക്കെ അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വീണ്ടും പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങും. ഐലാൻഡിലുള്ള ചെറിയ മക്കളടക്കം ഒരുപാട് പേര് റൈസോർ അടുത്തേക്ക് വന്ന് ആൾക്ക് എന്തെങ്കിലും പറ്റിയോ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ച് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. അടുത്ത നിമിഷം റൈസോ അവൻ പിങ്ക് കളറിൽ അവിടെ ഒരുപാട് ഹാർട്ടുകൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ലൂഫി അവനാണെങ്കിൽ അടുത്ത വിരുന്നൊക്കെ കഴിക്കാനായിട്ട് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നാമിക്കാണെങ്കിൽ അതുകൊണ്ട് കലി കയറും. നിനക്ക് ഫുൾ ടൈം വിരുന്ന് എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് സാഞ്ചി അവനെ എത്രയും വേഗം പോയി രക്ഷപ്പെടുത്തി ഇവിടേക്ക് തിരികെ കൊണ്ടുവരണ്ടേ. ഞാൻ ഓൾറെഡി അതിനൊരു പ്ലാൻ പോലും തയ്യാറാക്കി കഴിഞ്ഞു. ലൂഫി ആണെങ്കിൽ വണ്ടർ അടിച്ച് അവളോട് ചോദിക്കും, അതിന് നീ നിങ്ങളോടൊപ്പം സാഞ്ചിയുടെ അടുത്തേക്ക് വരുന്നുണ്ടോ? അതിന് അവൾ പറയും, തീർച്ചയായിട്ടും ഞാൻ വരും. നാമിക്കാണെങ്കിൽ സാഞ്ചിയെ രക്ഷിക്കാൻ കഴിയാതിരുന്നതിൽ നല്ല കുറ്റബോധമുണ്ട്. മാത്രമല്ല അവളാണ് നമ്മുടെ ആൾക്കാരുടെ നാവിഗേറ്റർ. അവൾ കറക്റ്റായിട്ട് വഴി പറഞ്ഞു കൊടുത്താൽ മാത്രമേ നമ്മുടെ ആൾക്കാർക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയൂ. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ വരുമെന്ന് പറയും. ഉടനെ ചോപ്പറാണെങ്കിൽ അവൻ ഓടി വന്ന് പറയും, ഞാനും അവനൊപ്പം വരാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഞാൻ എൻ്റെ പെട്ടിയും മെഡിസിൻസും ഒക്കെ തന്നെ പാക്ക് ചെയ്തു. ഓൾറെഡി ക്യാറ്റ് കിങ്ങിന് ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ആൾക്ക് മെഡിസിൻ കൊടുക്കണം. മാത്രമല്ല ബിഗ് മോമിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ആർക്കെങ്കിലും
എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞാനില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവുമെന്ന് പറയും. അതിന് തൊട്ടു പിന്നാലെ ബ്രൂക്ക് അവനാണെങ്കിൽ അവന്റെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അങ്ങനെ തൂക്കിയെടുത്തോണ്ട് വരികയാണ്. ഞാൻ ഉറപ്പായാലും വരും, നിങ്ങൾ എല്ലാവരും ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ എന്റെ ഈ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വെച്ച് ഞാൻ നല്ല പാട്ടൊക്കെ പാടിത്തന്ന് നിങ്ങളെ എല്ലാവരെയും എന്റർടൈൻ ചെയ്യിപ്പിക്കും. ഇവര് 3 പേരും നമ്മുടെ സാമുറായുടെ കൂടെ പോവാണ്. ബാക്കിയുള്ള ഇവർ 4 പേരുമാണ് സാഞ്ചിയെ രക്ഷിക്കാനും അവനെ തിരികെ കൊണ്ടുവരാനുമായിട്ട് ബിഗ് മോമിന്റെ അടുത്തേക്ക് പോകുന്നത്. റോബിനാണെങ്കിൽ ലൂഫിയോട് പറയും, നീ തീർച്ചയായിട്ടും ബിഗ് മോമിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള ആ പോണോഗ്ലിഫിനെ കുറിച്ച് അന്വേഷിക്കണം. ആ പോണോഗ്ലിഫ് കണ്ടെത്തി അതിന്റെ ഒരു ഫോട്ടോ അത് സംഘടിപ്പിച്ച് നീ കൊണ്ടുവരണം. അതിനുശേഷം കൈഡോയുടെ കയ്യിലുള്ള പോണോഗ്ലിഫും ബാക്കിയുള്ളതൊക്കെ ചേർത്ത് വെച്ച് റിസർച്ച് ചെയ്ത് നമുക്ക് പോകേണ്ട ഐലാൻഡ് അവിടേക്കുള്ള വഴി എനിക്ക് ഈസി ആയിട്ട് ഡീകോഡ് ചെയ്ത് തരാൻ പറ്റും. അതിന് ലൂഫിയും ഓക്കെ പറഞ്ഞ് അവർ വീണ്ടും മൂക്കുമുട്ട ഫുഡൊക്കെ കഴിച്ച് വെള്ളമടിച്ച് എൻജോയ് ചെയ്യാണ്. അപ്പോഴായിരിക്കും അവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഐലാൻഡിനെ ചുമന്നുകൊണ്ട് പോകുന്ന ജയന്റ് ആന അതിന്റെ ഒരു നിലവിളി കേൾക്കുക. ആ ശബ്ദം കേട്ട് അവരെല്ലാവരും തിങ്ങി വിറയ്ക്കും. അടുത്ത നിമിഷം ആന ഒരു ഭാഗത്തേക്ക് അങ്ങനെ പതിയെ ചെരിയാണ്. ഐലാൻഡിലുള്ള ജനങ്ങളും നമ്മുടെ ആൾക്കാരും എല്ലാവരും ഇപ്പൊ ഓരോ ഭാഗത്തേക്ക് തെറിച്ച് വീഴുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് ആ ജയന്റ് ആനയെ കാണിക്കും. അതാണെങ്കിൽ ഇപ്പൊ ഒരുപാട് വേദനയിൽ നിലവിളിക്കുകയാണ്. ആ എലിഫന്റ് വില്ലനും ആൾക്കാരും എല്ലാവരും ചേർന്ന് ആ ആനയുടെ കാലുകളിലേക്ക് അച്ചറം പൊച്ചറം ഷൂട്ട് ചെയ്യാണ്. വേദന താങ്ങാനാവാതെ അത് ഉച്ചത്തിൽ നിലവിളിച്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആടി ഒലയും. ആക്ച്വലി ഒരു ഉലച്ചിലാണ് ഇപ്പൊ ഐലാൻഡ് അങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഐലാൻഡിലാണെങ്കിൽ ആ പെപ്പോംസ് അവനാണെങ്കിൽ വലിയ കല്ലുകൾക്കിടയിൽ പെട്ട് നിലവിളിക്കുകയാണ്. നമ്മുടെ ആൾക്കാരും ഐലാൻഡിലുള്ളവരും എല്ലാവരും പേടിച്ച് വരച്ച് ചെയ്യണമെന്ന് അറിയാതെ ഓരോ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. ഇവിടെ ആ ജയന്റ് ആനയ്ക്കാണെങ്കിൽ വേദന കൊണ്ട് അത് ശട കുടഞ്ഞ് മുൻപോട്ടേക്ക് സ്പീഡിൽ ഓടാനായിട്ട് ശ്രമിക്കും. ഇവിടെയുള്ളവർക്കാണെങ്കിൽ സത്യത്തിൽ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. ആ ജാക്കും ടീമുമാണ് വീണ്ടും ഒരു അറ്റാക്ക് ചെയ്യുന്നതെന്ന് അവർക്ക് തിരിച്ചറിയാനായിട്ടാവില്ല. അതേസമയം ഐലാൻഡിൽ ബിൽഡിങ്ങുകളെല്ലാം തന്നെ തകർന്ന് വീഴാൻ തുടങ്ങും. ഭാഗത്ത് ലോ ആണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനെ മുഴുവനും സേഫ് ആക്കി ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. റോബിനും നമ്മുടെ ആൾക്കാരും എല്ലാവരും അവിടെയുള്ള ജനങ്ങളെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ലൂഫിക്ക് മാത്രം എന്തോ ഒരു ശബ്ദം കേൾക്കും. അവരത് ആരാണെന്ന് ചോദിച്ച് കൂടുതൽ ശ്രദ്ധിച്ച് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ നാമി. അവൾ തെറിച്ചു പോകുന്ന സമയം ലൂഫിയുടെ കഴുത്തിൽ പിടുത്തം കിട്ടി അങ്ങനെ അതിൽ തൂങ്ങിക്കിടക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് കാഞ്ചിറോ, നമ്മുടെ സാമുറായി, കാറ്റ് കിങ് അവർ 3 പേരും കൈയൊക്കെ കോർത്ത് പിടിച്ച് അങ്ങനെ തൂങ്ങിക്കിടക്കും. ഇവിടെ മൊമന്റോസ്കിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് തലവേദന എടുക്കാൻ തുടങ്ങും. അവൻ വേദനയിൽ അങ്ങനെ നിലവിളിച്ച് കരയും. ഇവിടെ ലൂഫിക്കാണെങ്കിൽ ആ ഒരു ശബ്ദം അത് വലിയ വോയിസിൽ അങ്ങനെ കേൾക്കുകയാണ്. ലൂഫിക്ക് മാത്രമല്ല മൊമന്റോസ്കിക്കും ആ ഒരു ശബ്ദം അത് വലുതായിട്ട് കേൾക്കും. അവർക്ക് 2 പേർക്കും ആ ശബ്ദം താങ്ങാൻ കഴിയാതെ അവരങ്ങനെ ചെവി അടച്ചു പിടിക്കും. പക്ഷെ ഈ ഒരു സൗണ്ട് അത് നമ്മുടെ കാറ്റ് കിങ്ങിനും ഡോഗ് കിങ്ങിനും വളരെ നോർമലായിട്ടായിരിക്കും കേൾക്കുക. ഇതാ ഇവിടെ ആ വില്ലന്മാര് അവരാണെങ്കിൽ നിർത്താതെ ആനയെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആക്ച്വലി ആന മില്ലേനിയം വർഷങ്ങളായിട്ട് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിപ്പോ ഭയങ്കര വീക്കായിരിക്കും എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും തകർക്കാനായി അവർ നിർത്താതെ ഷൂട്ട് ചെയ്യും. അവരാണെങ്കിൽ നിർത്താതെ അതിന്റെ കാലിൽ തന്നെ ഷൂട്ട് ചെയ്യാണ്. അതിന്റെ കാല് തകർന്ന് അത് മുട്ടുകുത്തുന്ന സമയം അതിനെ തലക്കടിച്ച് കൊല്ലണം, അതിന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കണം, നാവ് വെട്ടിയെറിയണം എന്നൊക്കെയാണ് ആ ജാക്ക് വില്ലന്റെ ആഗ്രഹം. അടുത്ത നിമിഷം ഒരു ജയന്റ് കണ്ണ് അതങ്ങനെ അവർക്ക് നേരെ ഓപ്പൺ ആവുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.